ഹായ് ഗായ്സ്, വെൽക്കം ടു ദ ചാനൽ. ഇന്ന് നമ്മൾ ഇ ഗ്രാൻസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതും മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇ ഗ്രാൻസിനെ പറ്റിയിട്ടാണ്. ഈ ഇ ഗ്രാൻസിൽ അപേക്ഷിക്കാൻ അർഹതയുള്ളത് അച്ഛനോ അമ്മയോ അതോ രണ്ടുപേരും നഷ്ടപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. മെഡിക്കൽ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും MBBS മാത്രമല്ല, അനുബന്ധ കോഴ്സുകളും അതിനോട് കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സ്കോളർഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 15 വരെയാണുള്ളത്. 15-ന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇടേണ്ടതാണ്. ഇത് ഏതൊക്കെ കോളേജുകളാണ് ലഭിക്കുന്നത്, ഏതൊക്കെ മെഡിക്കൽ കോഴ്സുകൾക്കൊക്കെയാണ് ഇത് ലഭിക്കുന്നതെന്ന് അതാത് കോളേജുകളിലും അതോ ഇ ഗ്രാൻസിന്റെ സൈറ്റിൽ ലിസ്റ്റ് ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഡിപ്ലോമ കോഴ്സുകൾക്ക് ഉൾപ്പെടെ, മെഡിക്കലിന്റെ ഡിപ്ലോമ കോഴ്സുകൾക്ക് ഉൾപ്പെടെ ഈ ഗ്രാൻസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചതിന് ശേഷമാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇടാൻ വേണ്ടിയിട്ട്. ആപ്ലിക്കേഷന് വേണ്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മുടെ ആരാണോ ആപ്ലിക്കന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമായിട്ടും വേണം. രണ്ടാമതായിട്ട് വേണ്ടത് ബാങ്ക് പാസ്ബുക്ക് ആണ് കേട്ടോ. ഏത് അക്കൗണ്ടിലേക്കാണോ ക്യാഷ് വരേണ്ടത് ആ അക്കൗണ്ടിന്റെ ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ആയിരിക്കും കൊടുക്കേണ്ടത്. പിന്നെ അതൊരു ജോയിന്റ് അക്കൗണ്ട് ആകാൻ പാടില്ല കേട്ടോ. ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ചെറുപ്പത്തിലൊക്കെ എടുത്ത അക്കൗണ്ടുകളായിരിക്കും അത് ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് ഇപ്പോഴും കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, നമുക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകേണ്ടത് നിർബന്ധമാണ്. ജോയിന്റ് അക്കൗണ്ട് കൊടുക്കരുത്, കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അതിൽ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വേണ്ട കാര്യം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന സ്ഥാപനം ഉണ്ടല്ലോ, നമ്മൾ മെഡിക്കൽ റിലേറ്റ് ചെയ്ത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സ്ഥാപനം ബേസ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. മേ ബി അഡ്മിഷന്റെ എന്തെങ്കിലും ആയിരിക്കാം വെക്കേണ്ടി വരിക, അങ്ങനെ എന്തെങ്കിലും ഡേറ്റാസ് ആയിരിക്കും നമ്മൾ വെക്കേണ്ടി വരിക. പിന്നെ അതിന്റെ കൂടെ തന്നെ SSLCയും +2ന്റെയും സർട്ടിഫിക്കറ്റ്സുകളും നമ്മൾ വെക്കണം കേട്ടോ. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് വേണ്ട രണ്ട് സർട്ടിഫിക്കറ്റ്സ് ആണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഇതിൽ വേണ്ടി വരും. കാരണം ഇത് OBC പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അയ്യോ ഇത് ഞാൻ പറയാൻ വിട്ടുപോയൊരു പോയിന്റ് ആണ് കേട്ടോ. ഇത് പെൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. രക്ഷകർത്താക്കളെ നഷ്ടപ്പെട്ടു പോയ പെൺകുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പ് ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ OBC കാറ്റഗറിയിൽ വരുന്ന, ആ പട്ടികയിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, വാർഷിക വരുമാനം 1,00,000-നേക്കാൾ കൂടാനേ പാടില്ല. അതിനകത്തുള്ളവരായിരിക്കണം ഇത് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥിനിയും. അടുത്ത ഡോക്യുമെന്റ് വരുന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് പാരന്റ്സിന്റെ മരണ സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ സ്കോളർഷിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ വെച്ചിരിക്കുന്നത് നിർബന്ധമാണ് കേട്ടോ. പിന്നെ ഈ കുട്ടികളെല്ലാം കേരളത്തിൽ സ്ഥിര താമസക്കാരായിരിക്കണം കേട്ടോ. അതായത് കേരളത്തിൽ വോട്ടവകാശമുള്ള താമസക്കാരാണെങ്കിലാണ് നമുക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചിലർക്കുള്ളൊരു ഡൗട്ടാണ്, ഇത് ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമാണോ എന്ന്. അങ്ങനെയല്ല കേട്ടോ. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കോഴ്സ് ചെയ്യുന്നവർക്കും ഇതുണ്ട്. അപ്പൊ നമ്മൾ അക്ഷയയിലാണോ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത്, അപ്പൊ അവിടെ പോയി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചതിന് ശേഷം സെപ്റ്റംബർ 15-ാം തീയതിക്ക് മുമ്പായിട്ട് ഇതിന് ആപ്ലിക്കേഷൻ ഇടുക. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ മെഡിക്കൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയവരാണെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക.